അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം പിറകുപൂണ്ടു. ബർക്കത്താക്കപ്പെട്ട ഒരു മാസമാണ്, റഹ്മത്തായ ഒരു മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതായ ഒരു മാസമായിട്ട് റബീഉൽ അവ്വൽ മാസം. അതിനെപ്പറ്റി കൂടുതൽ ചൊല്ലേണ്ട ആവശ്യമില്ല. എല്ലാവരും മൗലിദ്, സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാന മഹബത്ത് എല്ലാം പാടി പറഞ്ഞ് പ്രസംഗിച്ച് പുകഴ്ത്തുള്ളതായ ഒരു ദിവസമായിട്ടിക്കണം. എന്നാൽ ഒരു മുജാഹിദ് മൗലവിയുടെ ഒരു പ്രസംഗനാണ് കേൾക്കുക സാധ്യമായിട്ട്. അതിലയാൾ ചൊല്ലേ നബിദിന കൈക്കുക ഇസ്ലാമിൽ ഇല്ല, അത് അനാചാരായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തേക്ക് ഒരു മഹത്വമൊന്നും ഇല്ല, ഖുർആനിൽ അത് തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്, പിന്നെ രണ്ടാമത്തെ സ്ഥാനം നൂറ്റാണ്ടുക്ക്, മൂന്നാമത്തെ സ്ഥാനം മൂന്നാം നൂറ്റാണ്ടുക്ക് എന്ന് നബി തങ്ങൾ ചൊന്നു. നബി തങ്ങ ജന്മദിനം കളിച്ചിട്ടില്ല, അതിന് ആഘോഷം നടത്തിയിട്ടില്ല, സഹാബാക്കൾ നടത്തിയിട്ടില്ല, താബീങ്ങൾ ആരും നടത്താത്ത ഓരോ മീലാദു നബി ആചരണാക്കുന്നത് അനാചാരായിട്ടിക്കട് എന്നാണ്. അതിലെത്ര താടിയിലെ നീള കാണുമ്പോഴത്തേക്ക് വലിയ ആലിമും വലിയ തിളുവളിക്കുന്ന ആളും പോലെ കാണ്ട്, പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊഴുക ഒന്നും ഇല്ലാണ്ട് ഒന്നവിടെ. ഖുർആൻ യൂനുസ് സൂറത്തിൽ സ്പഷ്ടമായിട്ട് ചൊന്ന ഒരു അധ്യായമായിട്ടിക്കട്, ഒരു ആയത്തായിട്ടിക്കട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. യൂനുസ് സൂറത്തിലെ 58-ാമത്തെ ആയത്തായിട്ടിക്കട്. എന്താണ് അതിനർത്ഥ? ഖുൽ നബിയെ ചൊന്നു കൊടുക്കൂ, ബിഫദ്ലില്ലാഹി അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വബി റഹ്മത്തിഹി അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, ഫബിദാലിക ഫൽയഫ്റഹു അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ, വ ഖൈറും മിമ്മാ യജ്മഊൻ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടതായ സമ്പത്തിനേക്കാളും ആ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് സന്തോഷിക്കലാണ് ഉത്തമ. ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത് ലോക പ്രസിദ്ധ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് അർത്ഥം ചൊല്ലുന്നത് നോക്കുറീങ്ങ. ഇന്ന ഫദ്ലല്ലാഹി അള്ളാഹുവിന്റെ ഔദാര്യം ചൊന്നങ്ങ് ഇവിടെ ഉദ്ദേശം ഇൽമായിട്ടിക്കിടുക, അൽ ഇൽമു. അപ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടുവച്ചെന്നെങ്കിൽ അള്ളാഹുവിന്റെ ഇൽമു കൊണ്ട്, റഹ്മത്തുഹു അള്ളാഹുവിന്റെ റഹ്മത്തും ചൊന്നാൽ ഇവിടെ ഉദ്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടിക്കട്. അപ്പൊ എങ്ങനെ അർത്ഥം പണ്ട് ഈ ആയത്തുക്ക്? അള്ളാഹുവിന്റെ ഇൽമു കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മുഹമ്മദ് നബിയെ കൊണ്ടും അങ്ങ് സന്തോഷിക്കട്ടെ. കണ്ടോ, മുഹമ്മദ് നബി ലോകത്തേക്ക് ജനിച്ചു വരുമ്പോൾ വലിയ സന്തോഷമായിരിക്കട്, മൂമിനിന്റെ ഹൃദയത്തിൽ ഈമാനികമായ ഒരു ആവേശമായിട്ടിക്കട്. ഞാനിത് വെറുതെ ചൊല്ലയല്ല. റവാഹുൽ ലഹാക്ക്, ബഹുമാനപ്പെട്ട ഇമാം ലഹാക്ക് ഈ ഹദീസിനെ റിപ്പോർട്ടാക്കർ. ആരെ തൊട്ട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. കണ്ടോ, ഖുർആൻ കൊണ്ട് ജന്മദിനം സ്ഥിരപ്പെട്ടു. ഇനി നോക്കറോ, തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കണ ಬಗ್ಗೆ, തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തായിട്ട് നബി തങ്ങ പഠിപ്പാട്ട്. ഫസുഇലലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കറ, അൻ സൗമി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കുള്ള രഹസ്യം എന്താണ്? നബി തങ്ങ ചൊല്ലു, ഫീഹി ഉലിത്തു, ആ തിങ്കളാഴ്ചയായിട്ട് നന്നെ പ്രസവിച്ചത്. അപ്പൊ പ്രസവിച്ചതായ ജന്മനാളുക പ്രത്യേകം ബഹുമതിയുണ്ട് എന്ന് ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടു. കണ്ടോ, കാരണം
നബി തങ്ങയല്ലേ ലോകത്തിനെ തന്നെ പടക്കാൻ കാരണക്കാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ട്. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമായിട്ടിക്കട അതിനെക്കാട്ടും വലിയ അനുഗ്രഹം വേറെയില്ല. കണ്ടോ? അതുകൊണ്ട് ഫീഹുലിത്തു എന്നെ പെറ്റനാള് നോമ്പനാണ് പിടിക്കിற. നിങ്ങളും സ്വഹാബാക്കളും പിടിക്കുറു, ലോക മുസ്ലിമീങ്ങളും പിടിക്കാറ്. അതാണ് തിങ്കളാഴ്ച നോമ്പ്. ഇനി നോക്കൂ നിങ്ങള്, ഇതേ മുജാഹിദുകളുടെ, വഹാബികളുടെ, തബ്ലീഗുകാരുടെ ഒക്കെയും നേതാവായ അവരുടെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന വലിയ പൊങ്ങച്ചൻ ചൊല്ലെ ഇബ്നു തൈമിയ്യ തന്നെ എന്തൊരു ചൊന്നിട്ട് നോക്കൂ മീലാദ് നബിയെ പറ്റിയിട്ട്. നോക്കൂ നിങ്ങ, ഫതഅളീമുൽ മൗലിദി റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിലെ ബഹുമാനിക്കൽ, വത്തിഖാദുഹു മൗസിമൻ അതിനിക്ക് വലിയൊരു സദസ്സ് ഒരുക്കൽ. കണ്ടോ? ഞാൻ ചെന്നതല്ല, ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഇബ്നു തൈമിയ്യ മുജാഹിദുകളുടെ നേതാവായ ഇബ്നു തൈമിയ്യ കിതാബിൽ തന്നെ ഞാൻ ഇന്നത് വായിക്കടേ. ഒത്തിഹാദുഹു മൗസിമൻ അതിനിക്ക് സദസ്സുണ്ടാക്കൽ, കത് യഫ്അലുഹു ബഅദുന്നാസ് ചില ആൾമാരൊക്കെയും അങ്ങനെ ചെയ്താറ്. അണ്ടത്തെ കാലത്ത് ഉണ്ട് ജാസി, അണ്ടത്തെ കാലത്ത് ചില ആൾമാരൊക്കെയും സദസ്സുണ്ടാക്കി നബിയുടെ ജന്മദിനത്തിനെ ബഹുമാനിക്കൽ. വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീം. ഇബ്നു തൈമിയ്യ ചൊല്ലേ അങ്ങനെ ചെയ്തെങ്കിൽ അതിൽ വലിയ കൂലിയുണ്ട്, ചെറിയ കൂലിയല്ല. മുജാഹിദിനെ ചൊല്ലെന്തരേ ഹറാമായിട്ടിക്കിട്, കറാത്തായിട്ടിക്കിട്, ബിദ്അത്തായിട്ടിക്കിടുന്നല്ലേ. ഇവരെ നേതാവ് ഇബ്നു തൈമിയ്യ ചൊല്ലേ ഫീഹി അജ്റുൻ അളീം, വണ്ണമായ കൂലി ഉണ്ടാണ്. എന്തേ അതൊക്കെ കാരണം ചൊല്ലേ ലിഹുസ്നി ഖസ്ദിഹി നല്ല ഉദ്ദേശത്തിൽ ആ സദസ്സ് ഒരുക്കിയതായിട്ടിക്കിട്. വതഅളീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു വന്ന ആ ബഹുമാനത്തിലേക്ക്, ആ ബഹുമാനിച്ചതിക്ക് വേണമായിട്ട് അതിലേക്ക് വണ്ണമായ കൂലിയുണ്ട്. ഇബ്നു തൈമിയ്യനെ ചൊല്ല്. ഇപ്പത്തെ മുജാഹിദ് കളിക്കട്ടെ, അവിടെ ഇപ്പത്തെ സലഫി ഇക്കട്ട്. അപ്പോൾ ഇബ്നു തൈമിയ്യനെ ചൊല്ലേ ആ ജന്മദിനത്തുക്ക് മീലാദുക്ക് വലിയ ബഹുമാനമുണ്ട്, കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. അല്ലാഹു തആല എല്ലാ ആൾമാർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. റബീഉൽ അവ്വൽ മാസം വരുമ്പത്തുകാണ് ശൈത്താൻ ഇളകരെ. ശൈത്താന് ഏറ്റവും വലിയ ദേശം ശൈത്താനക്ക് റബീഉൽ അവ്വൽ മാസം വരുമ്പത്തേക്ക് ആ ശൈത്താനിൻ്റെ അനുയായികളായിട്ടിക്കറ മുജാഹിദുകളും സലഫികളും ചൊല്ലെ ആൾമാർ അങ്ങും ഈ ശൈത്താൻ്റെ ഒട്ടിക കൂടിയിട്ട് ഹാലിളകിற ഒരു മാസമായിട്ടിക്കട റബീഉൽ അവ്വൽ മാസ. ഇനി വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം വരും ഞങ്ങളെ ക്ലിപ്പിങ്ങും അതുപോലെ തന്നെ ഞങ്ങളെ വസ്വാസും. അതിന് വേണമായിട്ടാണ് റബീഉൽ അവ്വൽ ബണ്ടേക്ക് മുന്നിൽ തന്നെ ഈ വിഷയം നിങ്ങൾക്ക് എത്തുപാട്ടെ. അല്ലാഹു തആല എല്ലാ ആൾമാർക്കും ഹിദായത്ത് നൽകട്ടെ.